പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഭീകരതയുടെ ഇരയാണ് ഇന്ത്യയെന്ന് ശശി തരൂർ. ഭീകരവാദത്തെ നേരിടാൻ ആഗോള സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. ന്യൂയോർക്കിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് സ്മാരകത്തിൽ തരൂർ നേതൃത്വം നൽകുന്ന സംഘം പുഷ്പാർച്ചന നടത്തി. बहुत गंभीर विषय है. देखिए, हम तो वो सितंबर 11 का मेमोरियल पे गए एक संदेश देने के लिए कि इस विषय पे जब न्यूयॉर्क भी आतंकवादियों के आक्रमण सह लिया है 20 साल पहले, तो ये है हमारा अनुभव भी. हम चाहते हैं कि वो समझे कि इसमें एकजुटता की जरूरी है. हम सब एक साथ है इसमें, और हमें भी अमेरिका के जैसे दुनिया को एक रिजॉल्व दिखाना चाहिए कि हम बिल्कुल इस किस्म के आतंकवादी आक्रमणों के खिलाफ हैं और हम एक्शन लेंगे और हम सख्त रहेंगे. तो ये सब मेरे ख्याल में बहुत महत्वपूर्ण थे. उसके बाद हम आके लोगों से बात की. यहाँ ये तो करीब 2 घंटे की बातचीत हुई. कई लोग थे जो 3-4 तो भारतीय नहीं थे, बाकी तो अमेरिकन लेकिन भारतीय ओरिजिन के, और बहुत किस्म के बैकग्राउंड, कुछ मीडिया के थे, कुछ यूनिवर्सिटीज, कुछ दूसरे स्थान पे. और मेरे ख्याल में उनका प्रश्न सुन के हमें जवाब दे पाना और उनको समझाना ये भी बड़ी ज़रूरी है, क्योंकि अमेरिकन पब्लिक ओपिनियन जो कहते हैं, जो जनता की राय है, हमारे जो भारतीय अमेरिकन्स होते हैं उनका समर्थन, उनके साथ ये सब समझना बड़ी ज़रूरी होती है. तो इसलिए मैंने आके यहाँ मैं और मेरे साथियों उनसे बात करने में इतना समय दिया, क्योंकि ये भी हमारे लिए, हमारे देश के लिए महत्वपूर्ण है. ബൈജയന്ത് പാണ്ഡ നേതൃത്വം നൽകുന്ന സംഘം ബഹ്റൈനിലും സുപ്രിയ സുലെ നേതൃത്വം നൽകുന്ന സംഘം ഖത്തറിലും സന്ദർശനം നടത്തുകയാണ്. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ശശി തരൂർ ന്യൂയോർക്കിലെത്തി ഗയാനയിലാണ് ഇന്ന് സന്ദർശനം നടത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ ഭീകരവാദത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടുന്ന് പുറപ്പെട്ടു പോയ സംഘങ്ങളുടെ എല്ലാം ലക്ഷ്യം. ആ ദൗത്യം അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനപ്പുറം രാഷ്ട്രീയം ഒന്നും സംസാരിക്കേണ്ട സാഹചര്യം ഇവിടെ ഇല്ലെന്നും രാഷ്ട്രീയം സംസാരിക്കില്ലെന്നും നിലപാട് നേരത്തെ തന്നെ തരൂർ വ്യക്തമാക്കിയതുമാണ്. തരൂറിന്റെ സംഘം, അവരുടെ സന്ദർശനം, അതോടൊപ്പം തന്നെ മറ്റ് ദൗത്യ സംഘങ്ങളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. ഗയാനയാണ് ആദ്യം തരൂർ നേതൃത്വം നൽകുന്ന സംഘം സന്ദർശിക്കുന്ന രാജ്യം. ഗയാനയ്ക്കുള്ള യാത്രാ മധ്യയാണ് ഇവർ ന്യൂയോർക്കിലെത്തിയത്. തുടർന്നാണ് വേൾഡ് ട്രേഡ് സെന്റർ അടക്കം സെപ്റ്റംബർ 11 ആക്രമണത്തിന് 2001 ആക്രമണത്തിന് സ്മാരകത്തിൽ ഇവർ സന്ദർശനം നടത്തിയത്. തുടർന്നാണ് ശശി തരൂർ, പ്രത്യേകിച്ച് ഇന്ത്യയും ഭീകരവാദത്തിന്റെ ഇരയാണ്, അമേരിക്കയിൽ 2001 നടന്നതുപോലെ ഇന്ത്യയും ഇത്തരത്തിൽ ഭീകരവാദത്തിന് ഇരയാണെന്ന് വ്യക്തമാക്കിയത്. ഇത്തരം ഭീകരവാദത്തെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ആഗോള സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന ആഹ്വാനവും തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം ഇന്ത്യൻ കോൺസുലേറ്റിലും വിശദമായി തന്നെ പ്രതികരിച്ചു ശശി തരൂർ. അതിനാണ് പാകിസ്ഥാൻ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ഇന്ത്യ ഇത്തരത്തിൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് തരൂർ വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും അത്തരം സമീപനമല്ല ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭൂമി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ പല വഴിക്ക് പാകിസ്ഥാൻ നടത്തുന്നു. അത് നേരിട്ട് സാധിക്കാത്തപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്നു തരത്തിലുള്ള പരാമർശവും തരൂർ നടത്തുകയുണ്ടായി. ഏതായാലും ഈ സംഘം ന്യൂയോർക്കിൽ നിന്ന് ഇന്ന് ജോർജ് ടൗണിലേക്ക്, ഗയാനയിലെ ജോർജ് ടൗണിലേക്ക് യാത്ര തിരിക്കും. അവിടെയാണ് ആദ്യ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം ബ്രസീലും കൊളംബിയയും പാനമയും സന്ദർശിക്കും. വീണ്ടും ഏറ്റവും ഒടുവിലാണ് US-ഉമായുള്ള കൂടിക്കാഴ്ച. US-ൽ അവർ വാഷിംഗ്ടൺ DC-യിൽ അവർ എത്തിച്ചേരുകയും ചെയ്യുന്നത്. അങ്ങനെ 5 രാജ്യങ്ങളിലാണ് ഈ സംഘം സന്ദർശനം നടത്തുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റു സംഘങ്ങളുടെ യാത്രയും തുടരുകയാണ്. പ്രത്യേകിച്ച് ബൈജയന്ത് പാണ്ഡ BJP നേതാവാണ്. അദ്ദേഹം നയിക്കുന്ന സംഘം ഇപ്പോൾ ബഹ്റൈനിലാണുള്ളത്. ബഹ്റൈനിൽ അവിടെ ഇന്ത്യൻ സമൂഹവുമായും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമായി തന്നെ അവർ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ബൈജയന്ത് പാണ്ഡ വ്യക്തമാക്കിയ കാര്യം, ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന സമീപനം പാകിസ്ഥാൻ അവസാനിപ്പിക്കണം, ഭീകരവാദവും മറുവശത്ത് ചർച്ചയും അതൊരു തരത്തിലും മുന്നോട്ട് പോകില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ ബൈജയന്ത് പാണ്ഡയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആര്യ, ശരി. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ NDAയിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും അറിയിക്കുകയാണ്
യോഗ ലക്ഷ്യമെന്നാണ് BJPയുടെ വിശദീകരണം. പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകോപനമാണ് യോഗ ലക്ഷ്യമെന്ന് വിലയിരുത്തുന്നു. ഒപ്പം ദേശീയ സുരക്ഷയും ഭീകരവാദവും മുഖ്യ വിഷയമായി കണ്ട് സംസ്ഥാനങ്ങളിൽ നടത്തേണ്ട പ്രചാരണവും യോഗത്തിൽ ചർച്ചയാകും. ഇന്നലെ നീതി ആയോഗ് യോഗത്തിൽ അസാന്നിധ്യം കൊണ്ട് വാർത്തയായ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതും പ്രധാനമാണ്.